ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പെഡഗോഗിയിലെ ഇറർ അനാലിസിസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഇറർ? ഇറർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറർ എന്ന് പറഞ്ഞാൽ തെറ്റ്. അനാലിസിസ് എന്ന് പറഞ്ഞാലോ? വിശകലനം. അപ്പോൾ ഇതെന്നാ പറയുന്നത്? തെറ്റിൻ്റെ വിശകലനം അല്ലേ? തെറ്റുകളെ വിശകലനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. വാട്ട്സ് ദി നീഡ് ഓഫ് സ്റ്റഡിയിങ് ഇറർ അനാലിസിസ് ടു എ ടീച്ചർ? ഒരു ടീച്ചർ എറർ അനാലിസിസ് പഠിക്കുന്നതിനുള്ള ഗുണം എന്നാ? ടീച്ചർ എന്തിനാ എറർ അനാലിസിസ് പഠിക്കുന്നത്? വെരി ഗുഡ്, ശരിയല്ലേ? അതായത് കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ, എവിടെ തെറ്റുകൾ വരുത്തിയാൽ, ലാംഗ്വേജിൽ എന്തെങ്കിലും തെറ്റുകൾ കുട്ടികൾ വരുത്തിയാൽ കുട്ടികൾക്ക് അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഭാവിയിലോട്ട് പോകും തോറും ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു കറക്റ്റ് ദം വേർ എവർ ദി എറർ ഈസ്. ഇല്ലേ? അതായത് എവിടെയാണോ തെറ്റ് വരുത്തിയത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നമ്മൾ കറക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ ഭാവിയിൽ നല്ല വ്യക്തികളായിട്ട് മാറത്തുള്ളൂ, അല്ലെങ്കിൽ കറക്ഷൻ ഇല്ലാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എറർ അനാലിസിസിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ കേട്ടോ. എന്താണ്? ഇറേഴ്സ് ആർ ദി, ഇത് ഇവിടെ തൊട്ട് നോക്കിയാൽ മതി. ഉണ്ടോ? ഇറേഴ്സ് ആർ ദി കൺസിഡർഡ് ആസ് എവിഡൻസ് ഓഫ് എ ക്രിയേറ്റീവ് പ്രോഗ്രസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് in which learner employ hypothesis testing and various strategies in learning a second language. അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എഡിറ്റിംഗ് നടത്തുന്നത് എന്തിനാണ്? അവരുടെ ഒരു ടെസ്റ്റ് ചെയ്ത് ഓരോ സ്ട്രാറ്റജീസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇറർ അനാലിസിസ് നമ്മൾ ടീച്ചേഴ്സായി നമ്മൾ നടത്തുന്നത്. ആൻഡ് വാട്ട്സ് ദി മീനിങ് ഓഫ് എഡിറ്റിംഗ്? എന്തായിട്ട് എഡിറ്റിംഗ് എന്ന് കാണില്ലേ? നമ്മൾ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഇപ്പം നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്നാത്തിന് വേണ്ടിയിട്ടാണ്? എന്നാത്തിന്? കൂടുതൽ നല്ലതാക്കാനാണോ കൂടുതൽ മോശമാക്കാനാണോ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്? ഭംഗിയാണ്, അത്ര ഓർത്താൽ മതി. കണ്ടോ? അതായത് ഇവിടെ കണ്ടോ, ഡിസ്കോഴ്സസ് പണ്ടായിരുന്നല്ലോ. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ ചോദിച്ചാൽ ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ മീനിങ് സെൻറ്റൻസ്. നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഡിസ്കോഴ്സ്, നമ്മുടെ സ്കിറ്റ് ആയിക്കോട്ടെ, കഥയായിക്കോട്ടെ, പോയം ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, ഇതെല്ലാം കണ്ടോ? ദി ഡിസ്കോഴ്സസ് കൺസ്ട്രക്റ്റഡ് ബൈ ദി ലേണേഴ്സ് മേ ബി ഹാവ് സർട്ടൻ എറർ സിസ്റ്റം. ഇല്ലേ? അതായത് നമ്മുടെ കുട്ടികൾ ഉണ്ടായിക്കൊണ്ട് വരുന്ന ഡിസ്കോഴ്സിനകത്ത് അവരുടെ റൈറ്റപ്പ് ആയിക്കോട്ടെ, ലെറ്റർ ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനകത്ത് എന്ത് കാണും? സർട്ടൻ എറേഴ്സ്. അല്ലേ? ചില തെറ്റുകൾ കാണും. അപ്പോൾ ആ എറർ നമ്മൾ എന്നാ എടുക്കണം? ദീസ് എറേഴ്സ് ആർ ടു ബി എലിമിനേറ്റഡ് ത്രൂ എഡിറ്റിംഗ്. കണ്ടോ? അതായത് ആ എറേഴ്സ് എല്ലാം നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യണം? നമ്മുടെ എഡിറ്റിങ്ങിലൂടെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. എഡിറ്റിംഗ് ഹാസ് ടു ബി ഡൺ ഇൻ ദി ക്ലാസ് റൂം. കണ്ടോ? അതായത് ക്ലാസ് റൂമിൽ പഠന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റിംഗ് നടത്തണം. ഇതിനാ അങ്ങനെ പറയുന്നേ? എന്തിനാ ക്ലാസ് റൂമിൽ തന്നെ എഡിറ്റിംഗ് നടത്തണമെന്ന് പറയുന്നേ? വാട്ട്സ് ദി നീഡ് ഓഫ്? എന്താ അതിൻ്റെ നീഡ്? പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ കണക്കൊക്കെ ചെയ്യിക്കണം, നമ്മൾ കുട്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ നടക്കും ഇല്ലേ? അവർ ചെയ്യുന്നത് ശരിയാണോ നോക്കിയാൽ ഇല്ലേ? അപ്പോൾ എന്തിനാ നമ്മൾ അങ്ങനെ നോക്കി നടക്കുന്നത്? എന്തിനാ നോക്കി നടക്കുന്നത്? എന്തിനാ ചുമ്മാ ഒരു രസം നോക്കി നടക്കുന്നതാണ്. കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അയ്യോ ഞാനൊന്ന് തെറ്റിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാറ് വന്നൊന്ന് പറഞ്ഞായിരുന്നല്ലോ എന്നൊരു ബോധം കുട്ടികളുടെ മനസ്സിൽ കിടക്കും. അല്ല, കുട്ടികൾ ഇന്ന് പഠിച്ചു 10 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ നോട്ട് ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ പോയാൽ എന്നാ കുഴപ്പം? കുട്ടികളത് പിന്നെ മറിച്ച് നോക്കത്തില്ല. സോ എഡിറ്റിംഗ് ഹാസ് ടു ബി ഓക്കെ. കേൾക്കാവോ? ഒരു കോൾ വന്നപ്പോൾ കട്ടായിപ്പോയി. കേൾക്കാവോ? ഓക്കെ. സോ എഡിറ്റിംഗ് ഹാസ് ടു ബി ഡൺ ഇൻ ദി ടൈം ഓഫ് സ്റ്റഡിങ്. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റിംഗ് നടത്തണം. അതായത് ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് പോകണം കേട്ടോ. പിന്നെ instead of forceful intervention by the teacher, editing should be done by giving negative evidences. It has to be done at various level and through various steps in a sequential manner. അതായത് ഏതൊക്കെ ലെവലിൽ കൂടി നമുക്ക് എഡിറ്റിംഗ് നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇത്ര ഓർത്താൽ മതി. എഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് എറർ. അതായത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എററിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. എന്താ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ദി മീനിങ് ഓഫ് എലിമിനേറ്റിംഗ്? നിന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ എന്നാ? ഒഴിവാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പം എന്താണ്? തെറ്റുകളെ, എറേഴ്സിനെ നമ്മൾ എഡിറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് എറേഴ്സ് അങ്ങനെ പഠിച്ചു വെച്ചാൽ കേട്ടോ. വാട്ട് ഈസ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഓർത്താൽ മതി? എഡിറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് എറർ ഇല്ലേ? അതായത് അതിൻ്റെ അകത്തുള്ള തെറ്റുകളൊക്കെ നമ്മൾ മാറ്റുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതിനെ പറയുന്ന പേരാണ് എന്താണ്? എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കി എന്തൊക്കെ എററാണ് നമ്മുടെ കുട്ടികൾ വരുത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എററാണ് നമുക്ക് കോമൺ ആയിട്ട് ക്ലാസ് റൂമിൽ കാണാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്? നോക്കി, ലാംഗ്വേജ് ലേണിംഗ് എറർ ഇൻവോൾവ്സ് ഓൾ ലാംഗ്വേജ് കമ്പോണൻസ്. ഫസ്റ്റ് വൺ ഈസ് തീമാറ്റിക് എറർ, സെക്കൻഡ് വൺ ഈസ് സിൻറ്റാറ്റിക് എറർ, തേർഡ് വൺ ഈസ് മോർഫോളജിക്കൽ എറർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫോണോളജിക്കൽ എറർ അല്ലേ?
ഫസ്റ്റ് വൺ ഈസ് തീമാറ്റിക്കൽ എറർ, സെക്കൻഡ് വൺ ഈസ് സിന്തറ്റിക് എറർ, തേർഡ് വൺ ഈസ് മോർഫോളജിക്കൽ എറർ ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫോണോളജിക്കൽ എറർ. ഇതിൽ നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള വാക്കുകൾ വല്ലതും ഉണ്ടോ? ഈ 4 എണ്ണത്തിൽ കേട്ടുപരിചയമുള്ള വാക്കുകൾ വല്ലതും ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വടിയെടുത്തല്ലോ എല്ലാത്തിനിട്ടും. ഉണ്ടോ? ഏതൊക്കെ വാക്ക് കേട്ടുപരിചയമുണ്ട് പറഞ്ഞേ? സിന്തറ്റിക് കേട്ട് ഓർമ്മയുണ്ട്. എന്താ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സിന്തറ്റിക്. എന്താ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് വേർഡ്സ്, അതായത് ഓരോ വേർഡിൻ്റെയും അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കത്തില്ലേ? ആൻഡ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകളൊക്കെ പഠിച്ച് ഓർക്കുന്നില്ലേ? അപ്പം സിന്താറ്റിക് എറർ എന്ന് വെച്ചാൽ വേർഡിൽ വരുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വേർഡ് ഓർഡറോ അല്ലെങ്കിൽ നമ്മൾ ഓരോ വേർഡ് പഠിക്കുന്ന സ്ട്രക്ചറിലുള്ള എററാണ് സിന്താറ്റിക് എറർ. പിന്നെ ഏത് വാക്കാ കേട്ട് പരിചയമുള്ളത്? ഏത് വാക്കാ കേട്ട് പരിചയമുള്ളത്? ഫൊണോളജിക്കൽ. ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്സ് ദി മീനിങ് ഓഫ് ഫൊണോളജി? ഫൊണോളജി ഈസ് ദി സ്റ്റഡി ഓഫ് സൗണ്ട്. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട എറർ ആയിരിക്കും? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എറർ. അപ്പോൾ 2 എറർ നമ്മൾ ഇപ്പോഴേ പഠിച്ചേ. എന്താണ് സിന്തറ്റിക് എറർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വേർഡ് ഓർഡറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എറർ ആയിരിക്കും. ഫൊണോളജിക്കൽ എറർ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ സൗണ്ടുമായിട്ട് നമ്മൾ പ്രൊണൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എറർ ആയിരിക്കും. ഇനി നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് മോർഫോളജിക്കൽ എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്ത ക്ലാസ് നമ്മൾ മോർഫോളജിക്കൽ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ തീമാറ്റിക് നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കി, ഫസ്റ്റ് വൺ ഈസ് തീമാറ്റിക് എറർ. തീമാറ്റിക് എറർ ക്യാൻ ബി സീൻ where there is no logical sequencing or ideas or events. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ പിള്ളേരൊക്കെ യാതൊരു ബോധമില്ല, ഇംഗ്ലീഷ് പറയത്തില്ല, നമ്മൾ പറയത്തില്ലേ പൊട്ട ഇംഗ്ലീഷ് എന്ന് പറയത്തില്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സെൻറ്റൻസുകളുടെ ക്ലാസ് കണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്ന ക്ലാസ്, അതായത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയുന്നത് ഞാൻ ചായ കുടിക്കുന്നു. ഞാൻ ചായ കുടിച്ചു എന്നാണ് പറഞ്ഞല്ലേ. ഞാൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളെ തുടങ്ങി വെച്ച് ഇങ്ങനെ ചായ കുടിച്ചു ഇല്ലേ. ഇതിൽ നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മാറ്റും ഐ ടി ഡ്രിങ്ക് എന്താവും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഐ ടി ഡ്രിങ്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതെന്തെങ്കിലും വേർഡ് മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ? ഐ ടി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൺവേ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താ? തീമാറ്റിക് എറർ ഉണ്ടോ? തീമാറ്റിക് എറർ ക്യാൻ ബി സീൻ വേർ ഈസ് നോ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയാസ്. എന്താ നടന്നതെന്നോ എന്താ പറഞ്ഞതെന്നോ യാതൊരു ബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ യാതൊരു ഐഡിയയും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എററിന് പറഞ്ഞ പേരാണ് തീമാറ്റിക് എറർ. പക്ഷേ ഇതിനെ നമുക്ക് വേണേൽ മാറ്റിയെടുക്കാം. ഒന്ന് വേർഡ് ഓർഡർ മാറ്റിയാൽ മതി അല്ലേ. എങ്ങനെ മാറ്റണം? സബ്ജക്റ്റിനെ അതേപടി ഇടുക, ഡ്രിങ്കിനെ ഒന്ന് മാറ്റുക, ടീനെ ഇപ്പുറത്തോട്ട് ഇടുക അല്ലേ. ഐ ഡ്രിങ്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചു, നമുക്ക് ശരിക്കും മനസ്സിലായി കണ്ടോ. അപ്പം എന്താണ്, ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. ഇതിനാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ചെറിയ മിസ്റ്റേക്കുകൾ കുട്ടികൾ വരുത്തുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അത് ചെയ്താൽ കണ്ടോ, എഡിറ്റിംഗ് ഹാസ് ടു ബി ഡൺ ഇൻ ദി ക്ലാസ് റൂം. കണ്ടോ, അത് പറഞ്ഞ മീനിങ് മനസ്സിലായോ? അതായത് ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ചെയ്താൽ അത് അപ്പം തന്നെ കുട്ടികൾ തിരുത്തും. അല്ലെങ്കിൽ അവരുടെ നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് എപ്പോഴും കിടക്കും. മലയാളത്തിനല്ല പറയുന്നത്, സോ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ടെൻഡൻസി നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം. എന്തുവഴി? തീമാറ്റിക് എറർ. തീമാറ്റിക് എറർ ഇസ് ദി എറർ വിച്ച് ദർ ഈസ് നോ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയാസ് ഓർ ഇവന്റ്. കണ്ടോ, ഈ ഒരു വേഗം പഠിച്ചാൽ ഞാൻ ഈ ബ്രാക്കറ്റിൽ കണ്ടോ, ദർ ഈസ് നോ ലോജിക്കൽ സീക്വൻസിങ് ഓർ ഐഡിയാസ് ഓർ. അതായത് കുട്ടികൾ പറയുന്ന കാര്യത്തിൽ, കുട്ടികൾ എഴുതുന്ന കാര്യത്തിൽ, കുട്ടികൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയോ ലോജിക്കോ ഇല്ലാതെ അവർ കാര്യങ്ങൾ ലാംഗ്വേജ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് തീമാറ്റിക് എറർ കേട്ടോ. ഈ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. തീമാറ്റിക് എഡിറ്റിംഗ് കണ്ടോ, അത് നമുക്ക് എങ്ങനെ മാറ്റാം? തീമാറ്റിക് എഡിറ്റിംഗ് വഴി കണ്ടോ. തീമാറ്റിക് എഡിറ്റിംഗ് ഹെൽപ്സ് ദി ലേണർ ടു ഇൻട്രോസ്പെക്ട്. ഇൻട്രോസ്പെക്ട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് നിങ്ങൾ S1 ആദ്യത്തെ സൈക്കോളജിക്കകത്ത് നിങ്ങൾ കേൾക്കുന്ന ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് മലയാളത്തിൽ പറഞ്ഞാൽ ആത്മനിഷ്ഠാ രീതി എന്ന് കേട്ടിട്ടുണ്ടോ? ആരില്ല ആത്മനിഷ്ഠാ രീതി? ആരും കേട്ടിട്ടില്ലേ? അതിൽ നന്നായി. എന്താ ആത്മനിഷ്ഠാ രീതി? സിൽജി മാത്രമേ കേട്ടിട്ടുള്ളൂ ആത്മനിഷ്ഠാ രീതി എന്ന്. രേഷ്മയും കേട്ടിട്ടുണ്ട്. എന്താ ആത്മനിഷ്ഠാ രീതി? 3-4 പേര് ഇപ്പം കേട്ടു. എന്താ ആത്മനിഷ്ഠാ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? അതാണ് മിണ്ടായിരിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ ഇതിനാ ആത്മനിഷ്ഠാ രീതി. ഒരാൾ സ്വയമേ തൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് എത്തി നോക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടി നോക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ നോക്കി, തീമാറ്റിക് എഡിറ്റിംഗ് ഹെൽപ്സ് ദി ലേണർ ടു ഇൻട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകളെ അവർ തന്നെ സ്വന്തം മനസ്സിൻ്റെ ബോധതലത്തിലേക്ക് അവർ നോക്കി ബൈ കമ്പയറിംഗ് ദെയർ പ്രോഡക്റ്റ് വിത്ത് ദാറ്റ് ഓഫ് ദെയർ പിയർ ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. തൻ്റെ തെറ്റുകൾ അല്ലെ താൻ വരുത്തിയ തെറ്റുകൾ ടീച്ചേഴ്സിൻ്റെയോ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ സോപ്പാണോ? പിയർ കേട്ടോ. PR എന്താ PRൻ്റെ അർത്ഥം? പിയർ
കൂട്ടുകാർ അല്ലെങ്കിൽ സഹപാഠികൾ കേട്ടോ, ഓർത്തിരിക്കുന്നതാണ്. പിയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സഹപാഠികൾ. അപ്പോൾ നോക്കിയേ എങ്ങനെയാവും മനസ്സിലാക്കുന്നത്? തീമാറ്റിക് എഡിറ്റിംഗ് ഹെൽപ്സ് ദി ലേണർ ടു ഇൻട്രോസ്പെക്ട് അല്ലേ, അവന് ആത്മനിഷ്ഠ രീതിയിലൂടെ അവന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? ബൈ ദി ഹെൽപ്പ് ഓഫ് പിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ സഹപാഠികളുടെയും സഹായത്തോടു കൂടി തീമാറ്റിക് എഡിറ്റിംഗ് വഴി നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഏത് മാറ്റിയെടുക്കാൻ സാധിക്കും? ലോജിക്കൽ സീക്വൻസിങ് ഇല്ലാത്തയും അതുപോലെ തന്നെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങൾ നമുക്ക് ഈ തീമാറ്റിക് എഡിറ്റിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. കേട്ടോ, ടീച്ചർ മേ എലിക്ട് ദി മിസ്സിംഗ് പോയിന്റ്സ് ബൈ പ്രൊമോട്ടിംഗ് ദെയർ ഇൻട്രോസ്പെക്ഷൻ. കണ്ടോ, വാക്ക് കടന്നു വന്നുണ്ടോ? എന്താണ്? ടീച്ചർ മേ എലിക്ട് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എലിക്ട് എന്ന് പറഞ്ഞാൽ എന്നാ? എലിക്ട് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബോധവാന്മാരാക്കുക എന്നൊക്കെ പറയത്തില്ല. അപ്പം ടീച്ചർ മേ എലിക്ട് ദി മിസ്സിംഗ് പോയിന്റ്സ് ബൈ പ്രൊമോട്ടിംഗ് ദെയർ ഇൻട്രോസ്പെക്ഷൻ, അതായത് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതാണ് നീ വരുത്തിയ തെറ്റ്, ഇതിനി ആവർത്തിക്കരുത്. കണ്ടോ, അങ്ങനെ ഇൻട്രോസ്പെക്ഷൻ ആത്മനിഷ്ഠ രീതിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരണം. കണ്ടോ, ഇവിടെ സൈക്കോളജി വന്നുകൊണ്ടോ? ദിസ് ഹെൽപ്സ് ദി ലേണർ ടു ഇൻകോപ്പറേറ്റ് ദീസ് ഐഡിയാസ് വിത്ത് ദി റൈറ്റപ്സ് അല്ലേ, അതായത് വീണ്ടും അവർ റൈറ്റപ്പ് എഴുതുമ്പോൾ അങ്ങനത്തെ തെറ്റുകൾ അവർ വീണ്ടും വരുത്താതിരിക്കും. കേട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് തീമാറ്റിക് എറർ, ഓർത്തിരിക്കണം. ഞാൻ ഇനി 1 സ്റ്റാറേ കൊടുക്കത്തുള്ളൂ, കാരണം 3 സ്റ്റാറൊക്കെ വരാനുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം തീമാറ്റിക് എറർ എന്ന് വെച്ചാൽ ഇത്ര ഓർത്താൽ മതി. തീമാറ്റിക് എറർ ഇസ് എറർ വേർ ദി സെന്റൻസ് ഈസ് ഇൻ നോ ലോജിക്കൽ സീക്വൻസ് ഓർ നോ കൺവേയിങ് എനി ഐഡിയാസ് ഓർ ആൻ ഇവന്റ്, അതായത് നടന്നതിനെ പറ്റിയോ സംഭവിച്ചതിനെ പറ്റിയോ നമുക്ക് യാതൊരു ഐഡിയയോ ഗ്രാഹ്യമോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര എററാണ് തീമാറ്റിക് എറർ. അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട രീതിയിലൂടെയാണ് തീമാറ്റിക് എഡിറ്റിംഗ് വഴി നമുക്കതിനെ ശരിയാക്കി എടുക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ എന്താ തീമാറ്റിക് എറർ എന്ന്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് സിന്താറ്റിക് എറർ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ 2 സ്റ്റാർ കൊടുക്കും കേട്ടോ. ഇതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്. ഇവനെയും മോർഫോളജിക്കലും ആണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് സിന്താറ്റിക് എറർ? നമ്മുടെ സിന്താറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? വേർഡ് പഠിക്കുക അല്ലെങ്കിൽ വേർഡിൻ്റെ മീനിങ് പഠിക്കുക. അത് തന്നെ ഇവിടെ നോക്കിയേ. ദീസ് എറേഴ്സ് ആർ ഒക്കേർഡ് മെയിൻലി ഡ്യൂ ടു റോങ് വേർഡ് ഓർഡർ, മിസ്സിംഗ് ഓർഡർ ഓർ എക്സസ് വേർഡ്. അതായത് നമ്മൾ എഴുതി പോകുന്ന വേർഡിൻ്റെ അകത്ത് എക്സസ് ആയിട്ട് വന്നാലോ റോങ് ആയിട്ട് കൊടുത്താലോ മിസ്സിംഗ് ആയിട്ട് കൊടുത്താലോ അത്തരം എറർ പറയുന്ന പേരാണ് സിന്താറ്റിക് എറർ കേട്ടോ. സിന്താറ്റിക് എറർ ഈസ് ഒക്കേർഡ് ബൈ മെയിൻലി സിന്താറ്റിക് എറർ ഒക്കേർഡ് മെയിൻലി ഡ്യൂ ടു റോങ് വേർഡ് ഓർഡർ, മിസ്സിംഗ് വേർഡ് ആൻഡ് എക്സസ് വേർഡ്. അതായത് വേർഡ് കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഓർഡർ മാറിപ്പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സിന്താറ്റിക്കിനകത്ത് നമ്മളൊരു വേർഡ് പറയുന്നതിനകത്ത് ശരിയല്ലേ, ഒരു വേർഡ് നമ്മൾ എന്താണ് കൂടുതലായിട്ട് പറഞ്ഞാലും കുഴപ്പമാണ്, കുറച്ച് പറഞ്ഞാലും കുഴപ്പമാണ്, തെറ്റിച്ച് പറഞ്ഞാലും കുഴപ്പമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് 3 കേസ് വരുന്നത്. ഒന്നാമത്തെ നോക്കിയേ, റോങ് വേർഡ് ഓർഡർ, വേർഡിൻ്റെ ഓർഡർ മാറിപ്പോയാൽ കണ്ടോ. എക്സാമ്പിൾ, ക്യാൻ യു ഗെറ്റ് എ പെൻ. എന്തായിരുന്നു വരേണ്ടത്? ക്യാൻ യു മീ ഗെറ്റ് എ പെൻ. നോക്കി ഇവിടെ ഒരു വേർഡ് ഓർഡർ മാറിപ്പോയി. ഏത് ഓർഡറാണ് മാറിപ്പോയത്? ഈ മീയും ഗെറ്റും തമ്മിൽ മാറിപ്പോയി. ശരിയല്ലേ? ക്യാൻ യു ഗെറ്റ് മീ എ പെൻ എന്നാണെങ്കിൽ അതിനൊരു അർത്ഥം കൈവരും കണ്ടോ. ഇത് ശരിയായിട്ടുള്ള ബ്രാക്കറ്റ് കണ്ടോ. ക്യാൻ യു ഗെറ്റ് മീ എ പെൻ എന്ന് വെച്ചാൽ എന്താണ് ശരിയായിട്ടൊരു സെൻറ്റൻസ് ആണ് നമുക്ക്. പക്ഷേ ഇവിടെ കണ്ടോ, ക്യാൻ യു മീ ഗെറ്റ് എ പെൻ, അവിടെ എന്താണ് റോങ് ഓർഡറായിട്ട് മാറിപ്പോയി. നമ്മുടെ എഴുതിയതിൻ്റെ അകത്തുള്ള ഓർഡർ മാറിപ്പോയി. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ചായ കുടിച്ചു, ഐ ടീ ഡ്രിങ്കും ഐ ഡ്രിങ്ക് ടീയും ഇല്ലേ, അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ റോങ് ഓർഡർ മാറിപ്പോയി ഇല്ലേ. ഒരു ഓർഡർ മാറിയ ഉടനെ എന്ത് സംഭവിച്ചു പോയി? അവിടുത്തെ എറർ മാറി കേട്ടോ. അതായത് ഒരു എററിലേക്ക് ഏത് പോയി, ആ എററാണ് സിന്താറ്റിക് എറർ കേട്ടോ, ഓർത്തിരിക്കണം. അപ്പം റോങ് വേർഡ് ഓർഡർ ആണെങ്കിൽ ഇല്ലേ, അതായത് വേർഡിൻ്റെ ഓർഡർ മാറിപ്പോയാൽ അത് എന്ത് എററായിട്ട് വരും? നമ്മുടെ സിന്താറ്റിക് എററായിട്ട് വരും. ഇനി രണ്ടാമത്തെയാണ് മിസ്സിംഗ് വേർഡ് കണ്ടോ. ഷീ ഡാൻസിങ് വെൽ, എന്താണ് മിസ്സായി പോയത്? ഈസ് എന്ന് പറഞ്ഞാൽ ഈസ് എന്താണ്? ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ പഠിപ്പിച്ച ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് വേടാ? അല്ല, ഈസ് എന്ന് പറഞ്ഞാൽ എന്ത് വേടാ? നമ്മൾ പറയത്തില്ലേ ഈസ് വാസ് വേറെന്നൊക്കെ പറഞ്ഞ് ഓക്സിലറി വേർഡ് കേട്ടോ. ഓക്സിലറി വെർബാണ് നമ്മുടെ ഈസ്. അപ്പം ഇവിടെ ഒരു ഓക്സിലറി വെർബ് എന്തായിപ്പോയി, അല്ലെ ഓക്സിലറി വേർഡ് മിസ്സിംഗ് ആയിപ്പോയി കണ്ടോ. അതായത് മിസ്സിംഗ് ആയിട്ട് ഇവിടെ ഈസ് ആയിരുന്നു വരേണ്ടത്, അതൊരു ഓക്സിലറി ആയിരുന്നു അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതിലോട്ടാ? നമ്മുടെ ഓക്സിലറിയിലോട്ടാ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഷീ ഡാൻസിങ് വെൽ, അപ്പം എന്താണ് അല്ലെങ്കിൽ ഷീ ഈസ് ഡാൻസിങ് വെൽ ശരിയായിട്ടുള്ള ഓർഡർ വരേണ്ടത് അല്ലേ. അപ്പം മിസ്സിംഗ് വേർഡ് ഈസ് എന്ന് പറഞ്ഞ വേർഡ് ആദ്യത്തിനകത്ത് എന്തായിരുന്നു? മിസ്സിംഗ് ആയിരുന്നു. രണ്ടാമത്തിനകത്ത് നമ്മളത് കയറ്റി കണ്ടോ, ഷീ ഈസ് ഡാൻസിങ് വെൽ എന്നാക്കി നമ്മൾ മാറ്റി. അടുത്ത എക്സസ് വേർഡ് കൂടിപ്പോയാൽ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ, അങ്ങനെ ആരെങ്കിലും പറയുമോ? ഏടെ ആവശ്യമുണ്ടോ ഇവിടെ? ഷീ ഈസ് എ ബ്യൂട്ടിഫുളിനകത്ത് ഏടെ ആവശ്യമില്ല കണ്ടോ. അപ്പോൾ എന്താ പറയുന്നത്? ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞോ കണ്ടോ. അതാണ് ശരിയായിട്ട് കൊടുക്കുന്നത്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അപ്പം ഓർക്കേണ്ടതാണ് സിന്താറ്റിക് എററിനകത്ത് 3 കേസ് വരും. ഒന്ന് റോങ് വേർഡ് ഓർഡർ, രണ്ടാമത്തത് മിസ്സിംഗ് വേർഡ്, മൂന്നാമത്തെ എക്സസ് വേർഡ്. നിങ്ങൾ മിക്കവാറും ഇതുപോലുള്ള എക്സാമ്പിൾ വെച്ചിട്ട് വിച്ച് ടൈപ്പ് ഓഫ് എറർ ഈസ് ദിസ്, അതായത് ഇങ്ങനെ ക്യാൻ യു മീ ഗെറ്റ് എ പെൻ,
അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് വിത്ത് ടൈപ്പ് ഓഫ് എറർ ഈസ് ദിസ്, നിങ്ങൾക്ക് താഴെ ഓപ്ഷൻ തരും. തീമാറ്റിക് എറർ, സിന്തറ്റിക് എറർ, മോർഫോളജിക്കൽ എറർ, ഫോണോളജിക്കൽ എറർ. നിങ്ങൾ എങ്ങോട്ട് പോകണം? നിങ്ങൾ എങ്ങോട്ട് പോകണം? സിന്തറ്റിക് എററിലേക്ക് പോകണം കേട്ടോ. സിന്തറ്റിക് എററിൻ്റെ അണ്ടറിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. 1 ഓർഡർ തെറ്റിപ്പോയാൽ, 2 വേർഡ് കൂടിപ്പോയാൽ, 3 വേർഡ് കുറഞ്ഞു പോയാൽ കേട്ടോ. 1 എന്താണ്? ഓർഡർ തെറ്റിയാൽ, ആരുടെ ഓർഡറാണ്? വേർഡിൻ്റെ ഓർഡർ. 2 എക്സസ് ആയിപ്പോയാൽ, 3 മിസ്സായിപ്പോയാൽ കേട്ടോ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. സിന്തറ്റിക്കിൻ്റെ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ കൂടിപ്പോയാൽ, എക്സസ് വേർഡ് വന്നാൽ, മിസ്സായിപ്പോയാൽ എന്ത് സംഭവിക്കും? സിന്തറ്റിക് എറർ നടക്കും. അപ്പോൾ തരുന്ന എക്സാമ്പിളിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എക്സസ് ആയിട്ടൊരു വേർഡോ, ഓർഡർ തെറ്റിയോ, മിസ്സായോ എന്തെങ്കിലും വേർഡോ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് സിന്തറ്റിക് എററിലേക്ക് പോകണം കേട്ടോ. മനസ്സിലായോ? 3 കാര്യങ്ങൾ ഇവിടെ ഓർത്തിരുന്നാൽ മതി. വേർഡിൻ്റെ ഓർഡർ തെറ്റാണെന്ന് നോക്കുക. രണ്ടാമത്തേത് എക്സസ് ആയിട്ട് എന്തെങ്കിലും വേർഡുണ്ടോ നോക്കുക. എന്തെങ്കിലും വേർഡ് മിസ്സായി പോയിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറി വരും? സിന്തറ്റിക് എററിൻ്റെ കാറ്റഗറി വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തതാണ് മോർഫോളജിക്കൽ എറർ. നോക്കിയേ, എന്താണ് മോർഫോളജിക്കൽ എറർ? നോക്കിയേ, ദിസ് ഈസ് എ വൈഡ് റേഞ്ച് ഓഫ് എറേഴ്സ് അണ്ടർ ദിസ് കാറ്റഗറി. അതായത് ഇതിൻ്റെ അണ്ടർ കുറേ കാറ്റഗറി ഉണ്ട് കേട്ടോ. അതായത് ഇവനെ നമുക്ക് 1 സ്റ്റാർ കൊടുത്തിട്ടാൽ മതി കേട്ടോ. എന്താണ് നമ്മൾ 2 സ്റ്റാർ കൊടുത്തത് സിന്തറ്റിക് എററിനായിരുന്നു. അപ്പോൾ സിന്തറ്റിക് എറർ അല്ലാത്ത എറർ മിക്കതും വരുന്നത് എവിടെയാണ്? നമ്മുടെ മോർഫോളജിക്കൽ എററിലാണ്. അതായത് നമ്മുടെ ഒന്നാമത്തെ തീമാറ്റിക് എറർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? തീമാറ്റിക്കിൻ്റെ അകത്ത് തീം എന്ന് പറഞ്ഞ വാക്കില്ലേ, അത് ഓർത്തില്ല? തീം അതായത് നോ ലോജിക്കൽ സീക്വൻസിങ് ഓർ ഐഡിയാസ് ഓർ ഇവന്റ്. അതായത് ഒരു തീം ഇല്ലാതെ പോകുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. തീമാറ്റിക് എററിനകത്ത് യാതൊരു തീം നമുക്കറിയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ തീം വേണമെന്ന് പറയത്തില്ലേ? അല്ലേ? നമ്മൾ പറയത്തില്ലേ സാധാരണയായിട്ട്? തീം വേണമെന്ന് പറയത്തില്ലേ? തീം ഓഫ് ദി സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? മോറൽ ഓഫ് ദി സ്റ്റോറി, തീം ഓഫ് ദി സ്റ്റോറി എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു സംഗ്രഹം നമുക്ക് വേണമെന്ന് പറയില്ലേ? അപ്പോൾ എന്താ തീമാറ്റിക് എറർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കിട്ടാതെ വരിക. അതായത് നോ ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയാസ് ഓർ ഇവന്റ്. എന്താണ് പറഞ്ഞതെന്നോ, എന്താണ് ചെയ്തതെന്നോ, എന്താണ് കാണിച്ചതെന്നോ യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ അത് തീമാറ്റിക് എറർ. ഇനി സിന്തറ്റിക് എറർ എന്ന് വെച്ചാൽ എന്താണ്? 3 കേസ് വരും. 1 വേർഡ് കൂടിപ്പോയാൽ, 2 വേർഡ് കുറഞ്ഞു പോയാൽ, 3 എക്സസ് ആയിട്ട് വേർഡ് വന്നാൽ, അതെല്ലാം സിന്തറ്റിക് എറർ. ഇനി മോർഫോളജിക്കൽ എറർ ആണ്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി എണ്ണമുണ്ട്, കണ്ടോണം. 1 റോങ് ടെൻസ് ഫോം, അതായത് ടെൻസ് ഫോം മാറിയാൽ, നമ്മുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇതൊക്കെ ടെൻസ് ഫോം മാറിയാൽ നമ്മുടെ എന്തായി? മോർഫോളജിക്കൽ എറർ ആയി. അതുപോലെ തന്നെ ആസ്പെക്ഷൽ എറർ. അതായത് ആസ്പെക്ഷൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നാ അറിയോ? ആസ്പെക്ഷൽ അറിയോ? നമ്മുടെ ഈ ആരാ പറയുന്നത്? ഈ എഴുത്തുകാരൊക്കെ ഇല്ലേ, എഴുത്തുകാരൊക്കെ സാഹിത്യപരമായിട്ട് ഇങ്ങനെ എഴുതി പോകത്തില്ലേ? എഴുത്തുകാർ ഇങ്ങനെ സാഹിത്യപരമായിട്ട് ഇങ്ങനെ വളരെ നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത കാക്കകളൊക്കെ പറഞ്ഞു വെക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത്, അതായത് അവരെഴുതുന്നതിൻ്റെ അകത്ത് എഴുതുന്ന വലിയ മിസ്റ്റേക്കുകൾ, അതിന് പറയുന്ന പേര് ആസ്പെക്റ്റൽ എറർ കേട്ടോ. ദർ ആർ 2 ആസ്പെക്റ്റൽ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ്, പെർഫെക്റ്റീവ് ആൻഡ് പ്രോഗ്രസീവ്. ഇൻ ആൻ ആസ്പെക്റ്റൽ എറർ ഓക്കേസ് ടീച്ചർ ക്യാൻ അണ്ടർലൈൻ ദി വേർഡ് ദാറ്റ് ഗീവ് എ സജഷൻ ഡ്യൂറിംഗ് ദി എഡിറ്റ്. അതായത് നമ്മൾക്ക് എങ്ങനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നത് ആസ്പെക്റ്റൽ എറർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വലിയ കഥാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഈ സാഹിത്യ രൂപത്തിൽ എഴുതുമ്പോൾ, അല്ലേ, ലിംഗ്വിസ്റ്റിക്കുകളൊക്കെ വലിയ സാഹിത്യ രൂപത്തിലൊക്കെ എഴുതുമ്പോൾ അവർ വരുത്തുന്ന തെറ്റുകൾക്ക് പറയുന്ന പേരാണ് ആസ്പെക്റ്റൽ എറർ. കുട്ടികളുടെ കേസിൽ അത്രയും വരത്തില്ല. പക്ഷേ ലിംഗ്വിസ്റ്റിക് ആയിട്ട് കുട്ടികൾ പഠിക്കുവാണെങ്കിൽ, ഇംഗ്ലീഷ് തന്നെ എടുത്ത് പഠിക്കുവാണെങ്കിൽ അവിടെ ആ എറർ സംഭവിക്കാം. അടുത്തത് റോങ് പാസീവ് കൺസ്ട്രക്ഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസീവായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാറിപ്പോയാൽ, അതായത് ഡയറക്റ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാസീവ് ഇൻഡയറക്റ്റ് ആകാം. അങ്ങനെ പാസീവ് കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതും നമ്മുടെ മോർഫോളജിക്കൽ എറർ ആണ്. ഇനി വയലേഷൻ എഗ്രിമെൻറ്റ്, അതായത് 3 ടൈപ്പ് കാറ്റഗറി വരും. 1 പേഴ്സൺ, അതായത് വ്യക്തി ആരാണെന്ന് പറയാതെ പോയാൽ. 2 നമ്പർ, എത്ര എണ്ണമാണെന്ന് പറയാതെ പോയാൽ. 3 ജെൻഡർ, ഏത് കാറ്റഗറി, അതായത് ജെൻഡർ ആണോ, അതുപോലെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അങ്ങനെ പറയാതെ പോയി. ഇതെല്ലാം എന്താണ്? നമ്മുടെ മോർഫോളജിക്കൽ എററിൻ്റെ അത് വരും. അതേപോലെ എന്താണ് റോങ് അഫിക്സസ്. എന്താണ് അഫിക്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ കാണും there are prefix and suffix together are called affixes. അതായത് പ്രിഫിക്സ് കൊണ്ട് സഫിക്സ് ഉണ്ട്. നമുക്ക് എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് പ്രിഫിക്സ്, എന്താണ് അഫിക്സ് എന്ന്. നമുക്ക് പരീക്ഷാ പേപ്പറിൽ ഉള്ളതാണ്. ഒരു വേർഡ് നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മുടെ സിൽജി ഒരു വേർഡ് പറഞ്ഞത് എന്തായിരുന്നു? സിൽജി പറഞ്ഞ വേർഡ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർത്തിരിക്കണോ പറഞ്ഞു. എന്തായിരുന്നു സിൽജി പറഞ്ഞ വേർഡ്? കറേജ് അല്ലേ? കറേജ് ആയിരുന്നു നമ്മുടെ COURAGE. ഓക്കെ, കറേജ് ആയിരുന്നു നമ്മുടെ സിൽജി പറഞ്ഞ വേർഡ്. ഈ കറേജ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ഡിസ് എന്ന് പറഞ്ഞു കേട്ടാൽ എന്തായി? ഡിസ്കറേജ് എന്നായി അല്ലേ? ഇവിടെ ഈ ഡിസ് എന്ന് പറഞ്ഞ വാക്ക് ചേർത്തത് നമുക്കൊരു പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മുൻപിൽ നമ്മൾ എന്തെങ്കിലും ചേർക്കുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പ്രിഫിക്സ്. ഇനി കറേജ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സഫിക്സ് കേട്ടോ. ഓർത്തിരിക്കേണ്ടതാണ്.
പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്. ഞാൻ കൂടുതൽ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ടതാണ്, നമ്മുടെ ഒരു മോർഫോളജിക്കൽ എറർ ആണെങ്കിൽ അവിടെ ടെൻസ് ഫോം മാറാം, അതുപോലെ തന്നെ ആസ്പെഷ്യൽ എറർ വരാം, അതുപോലെ തന്നെ വയലേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. അതിനകത്ത് എത്ര പേഴ്സൺ ഉണ്ടെന്നോ, എത്ര നമ്പർ ഉണ്ടെന്നോ, എത്ര ജെൻഡർ ഉണ്ടെന്നോ ഇതൊക്കെ മിസ്സായിട്ട് വരാം. അതുപോലെ തന്നെ റോങ് പാസീവ് കൺസ്ട്രക്ഷൻ, ആക്റ്റീവ് ആണോ പാസീവ് ആണോ, അതിലെ പാസീവും ആക്റ്റീവും തമ്മിലുള്ള നമ്മൾ പറയത്തില്ലേ ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും, നേരിട്ട് പറയുന്നതും മറ്റൊരാൾ മുഖേന പറയുന്നതും, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പാസീവ് കൺസ്ട്രക്ഷൻ കേട്ടിട്ടില്ലേ. അതായത് എന്താണ് കൺവേർട്ട് ദി സെൻറ്റൻസ് ഇൻ ടു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. അതായത് ഒരാൾ ഡയറക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചും, ഒരാൾ മുഖേന. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ എന്ന് മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചായി ഇല്ലേ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഡയറക്റ്റ് ആണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയാണ് എടി ഇന്നലെ സാർ ഇങ്ങനെ പഠിപ്പിച്ചു, ഇതൊക്കെയാണ് അതിനകത്ത് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മാറും. അപ്പോൾ അതിനകത്ത് ഞാനും നിങ്ങളും ഒക്കെ കടന്നു വരും. അപ്പം അങ്ങനെയുള്ള എററും വരുവാണെങ്കിൽ, അങ്ങനെ പറയുന്നതിനകത്തുള്ള എറർ വരുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് റോങ് പാസീവ് കൺസ്ട്രക്ഷൻ കേട്ടോ. ആക്റ്റീവും പാസീവും തമ്മിലുള്ള ആക്റ്റീവ് അതുപോലെ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ചുകളൊക്കെ ഇതിനകത്ത് വരുന്നത്. പിന്നെ വയലേഷൻ ഓഫ് എഗ്രിമെൻറ്റ് എന്താണ്, പേഴ്സൺ ഐ ഹാസ് എ ബുക്ക്, അതായത് എത്ര പേര് അല്ലേ ഐ, അതായത് ഏത് പേഴ്സണാണ്, ഏത് വ്യക്തിയാണ്, അതായത് ഐ എന്ന് ഉദ്ദേശിച്ച് ബോയ് ആണോ ഗേളിനാണോ, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്ന്, അല്ലെങ്കിൽ ടീച്ചർക്കാണോ അതുപോലെ തന്നെ സാറിനാണോ എന്നൊന്നും പറഞ്ഞിട്ട് ഐ ഹാസ് എ ബുക്ക് ആർക്കാണെന്ന് അവിടെ ഏത് പേഴ്സൺ ആണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ നമ്പർ നോക്കിയേ, ദി ഗേൾ ഈസ് ഡാൻസിങ്, എത്ര നമ്പർ ഇല്ല, ദി ഗേൾസ് ആർ ഡാൻസിങ്, എത്ര നമ്പർ ഗേൾസ് അവിടെ ഡാൻസ് ചെയ്തു, കുട്ടികൾ ഡാൻസ് കളിക്കുന്നു, എത്ര പേരവിടെ കളിക്കുന്നു എന്ന് സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്പർ വയലേഷൻ പറഞ്ഞത്. ഇനി ജെൻഡർ എന്താണ്, ഗീത ഡിഡ് ദി വർക്ക് ഹിംസെൽഫ് ഇല്ലേ, അതായത് ഗീത എന്ന് പറഞ്ഞ കുട്ടി കേളാണോ ബോയ് ആണോ എന്നവിടെ ഒരു ജെൻഡർ അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റരുത് അല്ലേ, മെയിലാണോ ഫീമെയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള എറർ എല്ലാം എന്തിൻ്റെ അടിയിൽ വരും, നമ്മുടെ മോർഫോളജിക്കൽ എറർ വരും. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ പ്രിഫിക്സും സഫിക്സും മാറിപ്പോകുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് പഠിക്കേണ്ടവരാണ് പ്രിഫിക്സും സഫിക്സും. നമുക്ക് നോക്കാം എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്. ഇവിടെ നോക്കിയേ, അൺഎബിലിറ്റി അതുപോലെ തന്നെ ഇൻഎബിലിറ്റി. ഇവിടെ എന്നാ സംഭവിച്ചത്, ഇൻഎബിലിറ്റി എന്ന് പറഞ്ഞ ഒരു വാക്കിനകത്ത് ഇന്നും, അൺഎബിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് അണ്ണും എന്താണ് ഒരു പ്രിഫിക്സ് വേർഡാണ്. അപ്പോൾ പ്രിഫിക്സ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡിന് മുൻപേ ചേർക്കുന്ന വേർഡിന് പറഞ്ഞ പേരാണ് പ്രിഫിക്സ്. അതായത് ഒരു വേർഡ് നമുക്ക് തന്നാൽ ആ വേർഡിന് മുമ്പിൽ നമ്മൾ എന്തെങ്കിലും വേർഡ് ചേർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും വേർഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പ്രിഫിക്സ്. സഫിക്സ് എന്ന് വെച്ചേക്കാണ്, ലേസി എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിട്ടുണ്ടോ, ഇവിടെ വരുമ്പം ലേസിനെസ് എന്നാവും ഉണ്ടോ, NESS നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തു അല്ലെങ്കിൽ. അപ്പം ഇവിടെ ലാസ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് സഫിക്സ്. ഈ വാക്കിൽ തന്നെയാണ് കേട്ടോ. പ്രീപോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രീപോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ, പ്രീപോൺ ആൻഡ് പോസ്റ്റ്പോൺ എന്ന് കേട്ടിട്ടില്ലേ. എന്താ പ്രീപോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മുൻപിൽ വെക്കുക, അതായത് കയറ്റി വെക്കുക ഇല്ലേ. അതായത് മുൻപിൽ എന്ന അർത്ഥമാണ് പ്രീ എന്ന് പറഞ്ഞ ഇത് വരുന്നത് അല്ലേ. അപ്പോൾ പ്രീ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, പ്രീ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, എക്സാമിനേഷന് മുമ്പ്. അപ്പം എന്താ പ്രീ എന്ന് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വേർഡിന് മുമ്പ് എന്ന് അർത്ഥം കേട്ടോ. പ്രീ എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ വേർഡിന് മുമ്പ് എന്ന അർത്ഥം. അപ്പോൾ സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡ് കഴിഞ്ഞിട്ട് എന്നർത്ഥം. കാണിച്ചു തരാം കൂടുതലായിട്ട്. ഓക്കെ, ഇതെടുത്ത് പഠിക്കേണ്ടതാണ്, കാരണം എക്സാമ്പിൾ ഉണ്ടാവും. എന്താണ് പ്രിഫിക്സ്, കാണാവോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ ഓക്കെ. എന്താണ് പ്രിഫിക്സ്, എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദി ബിഗിനിങ് ഓഫ് എ വേർഡ് ടു മേക്ക് ന്യൂ വേർഡ് കണ്ടോ. അതായത് ഒരു വേർഡിന് മുമ്പ് നമ്മളൊരു വേർഡ് ചേർത്ത് അതിനൊരു എന്ത് വരും, ഒരു പുതിയ വേർഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും കണ്ടോ. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദി ബിഗിനിങ്, മുൻപിൽ, ഓഫ് എ വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ് അല്ലേ. ഒരു വാക്കിന് മുമ്പിൽ നമ്മളൊരു വേർഡ് ചേർത്ത് നമ്മളൊരു പുതിയ വേർഡ് ഉണ്ടാക്കിയെടുക്കുന്ന പറയുന്ന പേരാണ് എന്ത്, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അണ്ണെന്ന് പറഞ്ഞ വാക്ക് ഹെൽപ്പിന് മുമ്പ് ചേർത്താൽ എന്താവും, അൺഹെൽപ്പ് എന്നായി പോകും ഇല്ലേ, സഹായിക്കാതിരിക്കുക എന്നൊരു വാക്ക് വരും. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് പ്രിഫിക്സ്. മനസ്സിലായോ, ഇത് എഴുതിയെടുക്കണം കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദി ബിഗിനിങ് ഓഫ് എ വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ്. അതായത് ഒരു വേർഡിന് മുമ്പ് നമ്മൾ ചേർക്കുന്ന ഇതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ചേർക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് പ്രിഫിക്സ്. മനസ്സിലായോ പ്രിഫിക്സ്. പ്രീ എന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. പ്രീ എന്ന് പറഞ്ഞാൽ മുൻപിൽ, പ്രീ എക്സാമിനേഷൻ കേട്ടോ, അല്ലെങ്കിൽ പ്രീ സെമിനാർ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നത്. പ്രീ എന്ന് വെച്ചാൽ മുൻപേ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ബേസ് വേർഡ് അഥവാ റൂട്ട് വേർഡ്. നമുക്കറിയാലോ എന്ത് വേർഡ് വേണമെങ്കിലും റൂട്ട് വേണം ഇല്ല. അതായത് മെയിൻ വേർഡ് അതിൻ്റെ അകത്ത്. റൂട്ട് വേർഡ് എന്ന് വെച്ചാൽ വേര്, റൂട്ട് എന്ന് വെച്ചാൽ വേരല്ല, അതായത് അതിൻ്റെ അകത്ത് മെയിൻ വേർഡ് കേട്ടോ. റൂട്ട് ഓർ ബേസ് വേർഡ് ഇസ് ദി വേർഡ് യു ആർ ആഡിങ് ടു എ പ്രിഫിക്സ് ഓർ എ സഫിക്സ് ടു. അതായത് ഒരു വേർഡ് നിങ്ങൾക്ക് കാണുമല്ലോ, ഒരു വേർഡ് നിങ്ങൾക്ക് തരണമല്ലോ, ആ തരുന്ന വേർഡാണ്. ഇപ്പോൾ കറേജിൻ്റെ അകത്ത്, ഡിസ്കറേജിൻ്റെ അകത്ത് കറേജാണ് നമ്മുടെ ബേസ് വേർഡ് അഥവാ റൂട്ട് വേർഡ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്താണ് റൂട്ട് വേർഡ് അല്ലെങ്കിൽ ബേസ് വേർഡ്, അതിൻ്റെ അകത്തുള്ള മെയിൻ വേർഡ്. ആ മെയിൻ വേർഡിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്നെങ്കിൽ പ്രിഫിക്സ് അല്ലെങ്കിൽ നമ്മൾ സഫിക്സ് ആഡ് ചെയ്യണം കേട്ടോ. ദി റൂട്ട് ഓർ ബേസ് വേർഡ് ഈസ് ദി വേർഡ്
യു ആർ ആഡിങ് ടു എ പ്രിഫിക്സ് ഓർ എ സഫിക്സ് ടു. ഒരു ബേസ് വേർഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ബേസ് വേർഡിൻ്റെ കൂടെ ഒന്നുകിൽ നമ്മൾ പ്രിഫിക്സ് അല്ലെങ്കിൽ നമ്മൾ സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് ഹെൽപ്പ്, ഇല്ലേ, സഹായം, അല്ലെ, സഹായിക്കുക എന്ന് നമ്മളൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ ബേസ് വേർഡ്. ഇതിന് മുമ്പിൽ നമ്മളൊരു പ്രിഫിക്സ് ചോദിച്ചപ്പോഴായിരുന്നു അൺഹെൽപ്പ് എന്ന് പറഞ്ഞു വന്നത്, കണ്ടോ. ഇനി എന്താണ് സഫിക്സ്? എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡ് ടു ദി എൻഡ് ഓഫ് ദി വേർഡ്. അതായത് ഒരു വേർഡിൻ്റെ അവസാനം നമ്മൾ ചേർക്കുന്ന സംഗതിക്ക് പറയുന്ന പേരാണ് സഫിക്സ്, ഉണ്ടോ. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡ് ടു ദി എൻഡ് ഓഫ് ദി വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ്. അതായത് ഒരെണ്ണം നമ്മൾ പ്രിഫിക്സ് ആണെങ്കിൽ മുമ്പേ ചേർക്കുന്നു, സഫിക്സ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ് ചേർക്കുന്നു, ഉണ്ടോ. ഇപ്പോൾ ഹെൽപ്പിൻ്റെ കൂടെ FUL ചേർത്താൽ എന്തായി? ഹെൽപ്ഫുൾ, ഇല്ലേ, സഹായിക്കാർ അല്ലെങ്കിൽ സഹായിക്കാം എന്നൊരു വാക്കിലേക്ക് വന്നുണ്ടോ. അപ്പം അങ്ങനെ പ്രിഫിക്സ് നമുക്ക് ആഡ് ചെയ്യാം, സഫിക്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ അൺഹെൽപ്ഫുള്ളിൻ്റെ അകത്തെ അണ്ണെന്നുള്ളത് പ്രിഫിക്സ്, ഹെൽപ്പ് എന്നുള്ളത് ബേസ് വേർഡ് അഥവാ റൂട്ട് വേർഡ്, ഫുൾ എന്നുള്ളത് സഫിക്സ് വേർഡ്. അപ്പം ഒന്നുകിൽ നമുക്ക് അൺഹെൽപ്പ് എന്ന് പറഞ്ഞ് പ്രിഫിക്സ് ആഡ് ചെയ്ത് ഹെൽപ്പ് എന്താണ് നമ്മുടെ ഹെൽപ്പിനെ പറയാം, ഇല്ലെങ്കിൽ സഫിക്സ് ആഡ് ചെയ്ത് ഹെൽപ്ഫുൾ എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ക്ലിയർ ആയോ? പ്രിഫിക്സ് എന്താ, സഫിക്സ് എന്താന്ന്? പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്ന് ഓർക്കുക, അപ്പം സഫിക്സ് എന്ന് പറഞ്ഞാൽ പുറകിൽ എന്ന് ഓർക്കുക. നമുക്കൊരു ബേസ് വേർഡ് അതിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? പ്രിഫിക്സ് തന്നെ സഫിക്സ് തന്നെയാന്ന്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, കണ്ടോ, ഇതെല്ലാം എന്താണ്? പ്രിഫിക്സിന് എക്സാമ്പിൾ ആണോ. എക്സാക്ട്ലി, EX ആണ് അവിടുത്തെ പ്രിഫിക്സ് ആയിട്ട് വന്നത്. ഇനി ട്രാൻസ്ഫർ, TRANS ആണ് അവിടുത്തെ പ്രിഫിക്സ് ആയിട്ട് വന്നത്. അൺപാക്ക് ഉണ്ടോ, ഡിസ്ഹോണസ്റ്റ്, മിസ്റ്റേക്ക്, അൺപോപ്പുലർ, അൺസർട്ടൺ, ഇന്ററാക്ട്, റീബിൽഡ്, ട്രാൻസിഷൻ, ഇന്റർവെൽ, എക്സർസൈസ്, അണ്ടർടേക്ക്, അൺയൂഷ്വൽ, അൺലൈക്ലി, ഡിസ്ബിഹേവ്. കണ്ടോ, ഇതിനെല്ലാം റൂട്ട് വേർഡിന്റെ ഫ്രണ്ടിൽ എന്ത് വന്നു? എന്ത് വന്നു? എന്ത് വന്നു? ഒരു പ്രിഫിക്സ് വന്നു, കണ്ടോ. മുൻപേ വരുന്നതിന് പറയുന്ന പേര് പ്രിഫിക്സ്. ഇനി നോക്കിയാൽ എന്താണ് സഫിക്സ്? നമ്മൾ പറഞ്ഞു ഒരു വേർഡ് കഴിഞ്ഞ് വരുന്നതിന് പറയുന്ന പേരാണ് സഫിക്സ്, കണ്ടോ. ഹെൽപ്ഫുൾ, വിൻറ്റേജ്, ഇൻജങ്ഷൻ, ഡേഞ്ചറസ്, അസിസ്റ്റന്റ്, ബാലൻസ്, ആൻഷ്യസ്, മൂവ്മെന്റ്, ഇൻഷുറൻസ്, പാക്കേജ്, ട്രൂത്ത്ഫുൾ, ഡിസിഷൻ, ഡാമേജ്, എലിഗന്റ്, പ്രീവിയസ്, ഇൽനെസ്. കണ്ടോ, ഇതിനെല്ലാം ഒരു റൂട്ട് വേർഡും വിത്ത് ക്യാരിങ് എ സഫിക്സ് വേർഡ്. മനസ്സിലായോ? പ്രിഫിക്സും സഫിക്സിനും എക്സാമ്പിൾ ഇത് ഞാൻ അയച്ചു തരാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത് കോമൺ വേർഡ്സ്, അതായത് കുറേ എണ്ണം മിക്സ് ചെയ്തെന്നാ, പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വയ്ക്കുന്നതല്ല, പേടിക്കണ്ട. ഇതാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. കൂടുതലായിട്ടും ചോദിക്കണ്ടോ, ഒന്നെങ്കിൽ പ്രീ ഉള്ളത്, അല്ലെങ്കിൽ ഡിസ് ഉള്ളത്, അല്ലെങ്കിൽ അണ്ണുള്ളത്, അല്ലെങ്കിൽ റീ ഉള്ളത്. ഇവന്മാരെയാണ് നിങ്ങൾക്ക് പ്രിഫിക്സ് വേർഡിന് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. നോക്കിയേ, പ്രീ കൂട്ടിയുള്ള പ്രിഫിക്സ് വേർഡുകൾ പ്രീമിക്സ്, പ്രീ വൈറ്റ്, പ്രീ ടെസ്റ്റ്, പ്രീ കുക്ക്, പ്രീപെയ്ഡ്, പ്രീ ലോഡ്, പ്രീ ലീഡ്, പ്രീമേഡ്. കണ്ടോ, അതാണ് പ്രീ കൂട്ടിയുള്ള പ്രിഫിക്സ് വേർഡുകൾ. ഇനി ഡിസ് ആണെങ്കിൽ ഡിസേബിൾ, ഡിസ്ലൈക്ക്, ഡിസോബി, ഡിസ്ട്രോയൽ, ഡിസ്പോസ്, ഡിസ്കോണസ്റ്റ്, ഡിസഗ്രി, ഡിസപ്പിയർ. അതുപോലെ തന്നെ അണ്ണ് കൂട്ടിയാണെങ്കിൽ അൺഎബിൾ, അൺക്ലീൻ, അൺകൈൻഡ്, അൺഫെയർ, അൺയൂഷ്വൽ, അൺലക്കി, അൺവിൻ, അൺലേൺ. ഇനി റീ ആണെങ്കിൽ റീനെയിം, റീമിക്സ്, റിമൂവ്, റീപേ, റിട്ടേൺ, റീഷേപ്പ്, റീറ്റെൽ, റിപ്പേ. ഇതിനെല്ലാം ഫ്രണ്ട് വന്നു. ഫ്രണ്ടിൽ എന്ത് വന്നു? എന്ത് വന്നു? ഒരു റൂട്ട് വേർഡ് അഥവാ ഒരു ബേസ് വേർഡിൻ്റെ കൂടെ എന്നാ കയറി വന്നു? പ്രീ, ഡിസ്, അൺ, റീ എന്ന് പറഞ്ഞുള്ള പ്രിഫിക്സുകൾ കയറി വന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രിഫിക്സ് വേർഡ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു വേർഡിന് മുൻപിൽ നമ്മൾ പ്രീ വേർഡ് ചേർത്താൽ അതിന് പറയുന്ന പേര് പ്രിഫിക്സ് വേർഡ്, കേട്ടോ. മനസ്സിലായോ? അമ്പിളിക്ക് എന്നാ ഡൗട്ടാണോ? കൈ പൊക്കിയത് എന്നെ പറ്റി? അമ്പിളി ആൻഡ് ലക്ഷ്മി എന്നെ പറ്റി? ഡൗട്ടിനാണോ? ഓക്കെ, കൈ മുട്ടിപ്പോയതാ. ക്ലാസ്സിനോടുള്ള ത്വര മൂത്ത് പോയതാ. ഓക്കെ, അങ്ങനെയാണ് ഇത് നോക്കിയേ. എന്താണ് സഫിക്സ് വേർഡ്? ഉണ്ടോ, സഫിക്സ് വേർഡ് മെയിനായിട്ട് ചോദിക്കുന്നത് ഫുള്ള്, നെസ്, LY, ലീ, ലെസ്. ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത് സഫിക്സ് വേർഡുകൾ. പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇവന്മാരെ, കേട്ടോ. നോക്കിയേ, ഫുള്ള് കൂട്ടിയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? പെയിൻഫുൾ, ഫിയർഫുൾ, മൗത്ത്ഫുൾ, സ്ട്രെസ്ഫുൾ, ഡിലൈറ്റ്ഫുൾ, ചിയർഫുൾ, താങ്ക്ഫുൾ, വണ്ടർഫുൾ. ഉണ്ടോ? അപ്പോൾ വണ്ടറിൻ്റെ കൂടെ ഫുൾ ഇറക്കുമ്പോൾ വണ്ടർഫുൾ, അതൊരു സഫിക്സ് ആയി ഓർത്തിരിക്കുക, കേട്ടോ. ഇനി ഇൽനെസ്, ക്വൈറ്റ്നെസ്, ഫെയ്റ്റ്നെസ്, ക്ലോസ്നെസ്, കൈൻഡ്നെസ്, റൂഡ്നെസ്, സാഡ്നെസ്, ബോഡ്നെസ്. ഇതെല്ലാം NESS, നെസ് കൂട്ടിയുള്ള സഫിക്സ് വേർഡാണ്. ഇനി LY ആണ് സ്ലോലി, സാഡ്ലി, സ്ട്രേഞ്ച്ലി, ബൈറ്റ്ലി, ഷൈ, സീഡ്ലി, കോഡ്ലി, ക്വൈറ്റ്ലി. ഇതെല്ലാം എന്താണ്? LY കൂട്ടിയുള്ള സഫിക്സ് വേർഡ്സ് ആണ്. ഇനി LESS ആണ് കെയർലെസ്, ഹോംലെസ്, ഫിയർലെസ്, ജോബ്ലെസ്, ലൈഫ്ലെസ്, താങ്ക്നെസ്, ഹോപ്പ്ലെസ്, ഹെഡ്ലെസ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ സഫിക്സ് വേർഡ്സ് ആണ്. മനസ്സിലായോ? പ്രിഫിക്സ് എന്നാ സഫിക്സ് എന്നാണ്? പ്രിഫിക്സ് ഈസ് ദി വേർഡ് വിച്ച് വി ആർ ആഡിങ് ബിഗിനിങ് ഓഫ് ദി വേർഡ്. അതായത് ബിഗിനിങ് ഓഫ് ദി റൂട്ട് വേർഡ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നത് പ്രിഫിക്സ്. വാട്ട് ഈസ് സഫിക്സ്? വി ആഡിങ് എ വേർഡ് ഇൻ ദി എൻഡ് ഓഫ് എ വേർഡ്. ഇല്ല, അതായത് ഒരു വേർഡിൻ്റെ അവസാനം നമ്മളോട് ആഡ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേര് സഫിക്സ്. അപ്പോൾ പ്രിഫിക്സ് എന്നാ സഫിക്സ് എന്നാ മനസ്സിലായോ? എന്താണ്? നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും, ഒരു വേർഡ് നിങ്ങൾക്ക് തരും, അത് എബിലിറ്റി എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ പ്രിഫിക്സ് ഏതാണെന്ന് ചോദിക്കും.
അപ്പോൾ പ്രിഫിക്സ് നിങ്ങൾ തന്നെ എടുക്കണം. അതിനകത്ത് അൺഎബിലിറ്റിയോ ഇൻഎബിലിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വേണം പോയി ചൂസ് ചെയ്യാൻ. മനസ്സിലായോ പ്രിഫിക്സും സഫിക്സും? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത എററാണ് നമ്മുടെ ഫൊണോളജിക്കൽ എറർ കേട്ടോ. എന്താണ് ഫൊണോളജിക്കൽ എറർ? നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? വെൻ വി ആർ സേയിങ് എ വേർഡ് വിത്തൗട്ട് എ sound or proper sound or proper pronunciation, it is categorized under the error, phonological error. അതായത് നമ്മളൊരു സൗണ്ടിൽ നമ്മൾ പറയുന്ന വേർഡിൽ നമ്മൾ പറയുന്ന സ്ട്രെസ് അതുപോലെ നമ്മൾ പറയുന്ന പ്രൊണൗൺസിയേഷൻ ഇതിലൊക്കെ നമ്മൾ എറർ വരുത്തുവാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി നമ്മുടെ സ്ട്രെസ് നമ്മുടെ ഇൻറ്റോട്ടേഷൻ നമ്മുടെ ഡിനോട്ടേഷൻ ഇതെല്ലാം മാറുവാണെങ്കിൽ എന്താണ് നമ്മുടെ ഫൊണോളജിക്കൽ എററിൻ്റെ കാറ്റഗറൈസിന് അണ്ടർ വരും കേട്ടോ. അത് ഓർത്തിരുന്നുണ്ടോ? സ്പെല്ലിംഗ് ആൻഡ് പഞ്ച്വേഷൻ എറർ ആർ മെയിൻലി അഡ്രസ് ബൈ നെഗോഷിയേറ്റിംഗ് വിത്ത് ലേണേഴ്സ്. കാരണം ഈ ഫൊണോളജിക്കൽ എറർ നിങ്ങൾക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. കാരണം എന്നാണെന്നറിയോ? ഒരു വേർഡ് ചോദിച്ചാൽ അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ ടീച്ചർ പാടാം അല്ലേ. പകരം വരുമ്പോൾ ഈ ഫൊണോളജിക്കൽ എറർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ബാക്കിയുള്ള 3 പേരില്ലേ തീമാറ്റിക് എറർ, അതായത് നോ ലോജിക്കൽ സീക്വൻസ് ഓർ ഐഡിയാസ് ഓഫ് റിവൻ വെൻ ഇറ്റ് കൺവേ, ഒരു വേർഡ് നമുക്ക് തന്നാൽ അത് കൺവേ ചെയ്യുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ അത് തീമാറ്റിക് എറർ. സിന്താറ്റിക് എറർ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ 3 കാറ്റഗറൈസ് വരും. ഒന്ന് റോങ് വേർഡ് ഓർഡർ കൂടിപ്പോയാൽ അല്ലെങ്കിൽ മിസ്സായി പോയാൽ, അതുപോലെ തന്നെ കുറഞ്ഞു പോയാൽ അല്ലേ. റോങ് വേർഡ് ഓർഡർ, അതുപോലെ തന്നെ മിസ്സിംഗ് വേർഡ്, അതുപോലെ തന്നെ എക്സസ് വേർഡ്. 3 കാറ്റഗറൈസ് അണ്ടറിൽ നമ്മുടെ എന്ത് വരും? നമ്മുടെ സിന്താറ്റിക് എറർ വരും. ബാക്കിയുള്ളമാരെല്ലാം ആരാണ്? നമ്മുടെ ടെൻസ് മാറിയാലോ, ആക്സ്പെഷ്യൽ എററോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫിക്സ് അഫിക്സുകൾ മാറിയാലോ, പ്രിഫിക്സ് ആ സഫിക്സോ, അതുപോലെ തന്നെ നമ്മുടെ പാസീവ് കൺസ്ട്രക്ഷൻ മാറിയാലോ അല്ലേ. നമ്മളിപ്പം പറഞ്ഞാൽ ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ ഇതൊക്കെ മാറിയാലോ, അതുപോലെ തന്നെ വയലേഷൻ ഓഫ് എഗ്രിമെൻറ്റ്, എത്ര പേരില്ല അല്ലെ, എത്ര നമ്പർ ഇല്ല, ഏത് ജെൻഡറാണ്, ഇങ്ങനെയൊക്കെ പറയാതെ വന്നാൽ അതെല്ലാം എന്താണ്? നമ്മുടെ മോർഫോളജിക്കൽ എററാണ്. മനസ്സിലായോ? ടൈപ്പ് ഓഫ് എറേഴ്സ് 4 എണ്ണം. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് സിന്താറ്റിക് എററും അതുപോലെ തന്നെ മോർഫോളജിക്കൽ എററും കേട്ടോ. തീമാറ്റിക് എറർ എന്നാ ഓർത്ത് വെക്കുക? ഒരു തീം ഇല്ലാതെ വരും, അതായത് ഒരു ലോജിക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് നോളജും ഇല്ലാതെ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ തീമാറ്റിക് എറർ. മറ്റേ എറർ ആണെങ്കിൽ സിന്താറ്റിക് എറർ ആണെങ്കിൽ 3 കാറ്റഗറീസ് ഉണ്ട്. വേർഡിൻ്റെ ഓർഡർ ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറേ അല്ലെങ്കിൽ എക്സസ് ആവും കേട്ടോ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി മോർഫോളജിക്കൽ എറർ ആണെങ്കിൽ ബാക്കിയുള്ളവന്മാരെല്ലാം അതാരാണ്? ടെൻസ് മാറാം, ആക്സ്പെഷ്യൽ എറർ ആകാം, അല്ലെങ്കിൽ നമ്മൾ വയലേഷൻ ഓഫ് എഗ്രിമെൻ്റ് ആകാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാസീവ് കൺസ്ട്രക്ഷൻ ആകാം, അല്ലെങ്കിൽ അഫിക്സുകളാകാം. പ്രിഫിക്സിനെ സഫിക്സിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് അഫിക്സുകൾ കേട്ടോ. ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആർ ടുഗെദർ കോൾഡ്, കണ്ടോ, ദിയർ ആർ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടുഗെദർ ആർ കോൾഡ് അഫിക്സസ് കേട്ടോ. അഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫിക്സും സഫിക്സും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് അഫിക്സസ്. മനസ്സിലായോ? എറേഴ്സ് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഈ 4 എററിൽ നിന്നും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. എക്സാമ്പിൾ എന്തായിരിക്കും? അപ്പോൾ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താ എറർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? എറേഴ്സ്, ടൈപ്പ് ഓഫ് എറേഴ്സ് ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇച്ചിരി നേരത്തെ നിർത്തുവാണ്, കാരണം വേറെ ഇച്ചിരി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ ഇതിൻ്റെ അകത്ത്?